പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ 14 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ, പിരിഞ്ഞു താമസിക്കുന്നവരുടെ, ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവെ. അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ഈശോയെ. അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തരം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ഈശോയെ, ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തെ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ട് പോകുമ്പോൾ, ജീവിക്കുമ്പോൾ വളരെ വെടിപ്പും മെനയുമായിട്ട് പോയാൽ നമുക്ക് കൊള്ളാം. എന്താണ് കാര്യം അറിയാം? ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്, കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പോൾ നിങ്ങളവർക്ക് ഈ കടയിലൊക്കെ കണക്കെഴുതുന്ന പാർട്ടി അങ്ങനെയല്ല. ദൈവത്തോട് എല്ലാം അളന്നും തൂക്കി ചെയ്യുന്ന ആൾക്കാരാണ് കണക്കപ്പിള്ള ക്രിസ്ത്യാനി. അപ്പം കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള പ്രശ്നം ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം നോയമ്പ് കാലമല്ലേ, കണക്കപ്പിള്ള ക്രിസ്ത്യാനിയാണോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പം നോയമ്പ് കാലമല്ലേ, നോയമ്പ് കാലം കഴിഞ്ഞു, ഇപ്പം ഉയർപ്പ് കാലമാണ്. ഉയർപ്പ് കാലത്ത് ഇപ്പം നമ്മൾ ഈ നോയമ്പ് കാലത്ത് ചില ആൾക്കാർ പള്ളിയിൽ പോയിരുന്നല്ല, ചില ആൾക്കാരല്ല, എല്ലാവരും തന്നെ പോയി. അപ്പം ചിലർ പള്ളിക്കുരിശിൻ്റെ വഴി കൂടും അല്ലേ, പള്ളിക്കുരിശിൻ്റെ വഴി കൂടി വെച്ച് വീട്ടിൽ തളർന്ന് വരും. അപ്പോൾ അവർ പറയും, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളിയിലെ കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നില്ല, അത് മതി. കുടുംബ പ്രാർത്ഥന ചെല്ലാത്ത വില്ലന്മാരപ്പം ഉണ്ട്, 2 അപ്പനും മകനോടിരിപ്പുണ്ടേ. തീരുമാനം എടുക്കണ ആരാണ്? അമ്മ. ഇന്ന് കുരിശിൻ്റെ വഴി വേണ്ട, ഇന്ന് കുടുംബ പ്രാർത്ഥന വേണ്ട, പള്ളി കുരിശിൻ്റെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പം ആരോടാണത് പറയണത്? കർത്താവിൻ്റെ അടുത്ത് കണക്ക് പറയുകയാണ്. ഞാൻ കണക്കപ്പിള്ള ക്രിസ്ത്യാനി. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പമെന്നില്ലേ, കണക്കപ്പിള്ള ക്രിസ്ത്യാനി ഒരിക്കലും ഇവൾക്ക് ഇവന് കർത്താവിനോടൊക്കെയൊന്ന് ഗതി കിട്ടത്തില്ല. കാര്യം നീ എന്തെങ്കിലും കാര്യം നിന്റെ മകള് ഇംഗ്ലണ്ടിലെ അല്ലെ കാനഡയിലെ വിസ പുതുക്കണില്ലെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ വിസ പുതുക്കണില്ല കേട്ടാ എന്ന് പറയുമ്പോൾ കർത്താവ് എടുത്ത് നോക്കിയും, കണക്കപ്പള്ളിയാണല്ല, അതാണ് നിന്റെ പേര് അവിടെ കണക്കപ്പള്ളിയെന്ന് എഴുതി വിട്ടിരിക്കണേ. നീ ദൈവത്തിന് കൊടുത്തതിൻ്റെ പിന്നിലെല്ലാം നീ കണക്ക് പറഞ്ഞിട്ടുണ്ട്. കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിനോട് ഒന്നും വാവിളിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? നിന്റെ പേരവിടെ കണക്കപ്പള്ളിയെന്ന് ചേർത്താതിരിക്കണേ. നീ എന്ത് ചെയ്താലും അതിൻ്റെ കണക്ക് പറയും. ഞാൻ 5 തിരി കത്തിച്ചില്ല, എന്നിട്ടും ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ല, അതാണ് സംഭവം. 5 തിരി കത്തിച്ചെന്നേ, എന്നിട്ട് വേറെ ഒത്തിരി കാര്യം നടന്ന്, അതായത് ഞാൻ വിചാരിച്ച കാര്യം നടന്നില്ലെന്ന്. ഇവള് വിചാരിച്ച കാര്യം നടക്കണം, ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവണം. ഇതായത് ദൈവമാണ്. ഈ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് കുറേ തരം വികടത്തരങ്ങളുണ്ട് ശരിക്കും. അതുകൊണ്ട് കർത്താവ് പറയേ, അളക്കണ്ട, അളന്നാ കുഴപ്പമാണ്. എന്താ കാര്യം? ദൈവത്തിന് അളന്നാൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, ലൂക്ക 6:38, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ അളന്ന് കിട്ടും. അതാണ് പക്ഷെ കണക്കപ്പിള്ള ക്രിസ്ത്യാനിക്ക് വരാൻ പോണ ഗതികേടതാണ്. ഇനിയെങ്കിലും ദൈവമായിട്ട് ഡീലിങ്സിന് ഏർപ്പാടിന് എൻ്റെ മക്കളെ നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കരുത്. അതായത് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിൻ്റെ മടിയിലോട്ട് ചെയ്യുമെന്ന് പറഞ്ഞേ. അപ്പം കൊടുക്കുന്ന ആൾക്കാരും അതുപോലെ നിങ്ങൾക്ക്, എന്നിട്ട് ഇവിടെ കാരിസ്മാറ്റിക്കില്ല ബ്രദർമാരെന്നാണെന്നറിയാമോ,
കൊടുക്കുവിനെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കും. ലഭിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത് പറയും അമർത്തി കുലുക്കി നിറച്ച് അളന്ന്. പക്ഷേ എന്താ പ്രശ്നം? കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന പോലെ തന്നെ കൊടുക്കാനാണ് ഈ പറയണത്. എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കൊടുക്കുവേൻ, എന്നാൽ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ പറയണത്. ഇപ്പം മനസ്സിലായില്ലേ? അല്ല 10 കൊടുത്ത 17 കിട്ടുമെന്നല്ല, ഇതെന്ത് ചോടതിയാ? നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ പറയുന്ന വാക്കാണിത്. എന്ത് 6:38 കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. മക്കളെ അതിൻ്റെ ആ സെന്റൻസിന്റെ സീക്വൻസ് നോക്കിയേ. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. അവൻ നിന്റെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പൊ അവിടെ എന്താ പ്രശ്നം? അതാണ് ആ ഒരു നോമാണത്. നിങ്ങൾ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും. ഓർക്കല്ലേ? അപ്പോഴും മുകളിലത്തെ വചനം എന്താണ്? കൊടുക്കുവിൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ലഭിക്കണത് എന്താണ്? അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിന്റെ മടിലോട്ട് ചൊരിഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ നീയും കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് നിങ്ങൾ കൊടുക്കുവിൻ. അതാണ് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. മനസ്സിലായില്ലേ? അതാ ട്വിസ്റ്റ് ചെയ്ത് കിടക്കുന്ന സംഭവം. അതുകൊണ്ട് പല ആൾക്കാരും അത് വീടിട്ടുണ്ട്. എന്താണ്? നമ്മൾ അല്പം കൊടുത്താൽ മതി, കർത്താവ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് തരും. അതിലെ ഇത്തരം നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പരിശുദ്ധാത്മാവ് സത്യം പറയുന്നത് നിങ്ങളോട്. എന്താണ് പറയണത്? കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മുകളിലാണ് ഈ വചനം കിടക്കണത്. നിങ്ങൾ എങ്ങനെ കൊടുക്കുന്നുവോ അതുപോലെ നിങ്ങൾക്ക് ലഭിക്കും. അതിന് കണക്കപ്പുള്ള ക്രിസ്ത്യാനി ഇനിയെങ്കിലും ദൈവത്തെ ദൈവമായി സ്നേഹിക്കാൻ നോക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം.